ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കൊഞ്ച് റോസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ കൊഞ്ച് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഇവിടെ 1/2 kg കൊഞ്ചാണ് എടുത്തിരിക്കുന്നത്. കഴുകി നന്നായി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് ഈ കൊഞ്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉപ്പ്. അതിനുശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കാം. മാരിനേറ്റ് ചെയ്യാനായിട്ട് അരമണിക്കൂർ വെക്കാം. അതായത് ഫ്രിഡ്ജിൽ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോഴത്തേക്കും ഈ മുളക് പൊടിയും ഉപ്പും എല്ലാം ഈ കൊഞ്ചിൽ പിടിച്ചിരിക്കും. അതിനുശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിലേക്ക് കൊഞ്ചിട്ട് കൊടുക്കാം. കൊഞ്ച് നല്ല പോലെ മൂക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഫ്ലെയിം അല്പം കൂട്ടി വെച്ച് വേണം ഒന്ന് വേവിച്ചെടുക്കാനായിട്ട്. ഈ വെള്ളം എല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മുടെ കൊഞ്ചെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇതെല്ലാം നമുക്കൊന്ന് കോരി മാറ്റാം. ഈ പാനിൽ തന്നെ റോസ്റ്റ് തയ്യാറാക്കാം. ഞാനിവിടെ കൊച്ചുള്ളി എടുത്തിട്ടുണ്ട്, 2 മീഡിയം സൈസ്, 1 സവാള എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വഴറ്റി വരണം. അതിനുശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നല്ലപോലെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലിയാണ് എടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്, 1/2 ടീസ്പൂൺ മസാല. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടികളുടെ പച്ച മണമൊക്കെ ഒന്ന് മാറണം. നല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു വലിയൊരു തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പിട്ടിട്ടാണ് ഫ്രൈ ചെയ്തത്. അതുകൊണ്ട് അല്പം ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും. കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നമ്മളെ ചെമ്മീൻ റോസ്റ്റിൻ്റെ വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അല്പം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കണം. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഫൈനലി നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. പുതിയതായിട്ട് ഈ വീഡിയോസ് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ, ടേക്ക് കെയർ.